ശരണ്യ ഒട്ടും സമ്മതിക്കാതെ നിൽക്കുന്നത് കണ്ട് സത്യഭാമ അവളുടെ കയ്യും വലിച്ച് കുറെ ദൂരേക്ക് മാറി നിന്നു. പക്ഷെ ഇതിനോടകം തന്നെ ശരണ്യയുടെ മനസ്സിൽ അവൾക്ക് പകരം രുദ്രന്റെ ഭാര്യയായി താനെന്നുള്ള ചിന്തയായിരുന്നു കയറിക്കൂടിയിരുന്നത്. മനസ്സിലൊരു വലിയ വിവാഹ പന്തലും രുദ്രനും ശരണ്യയും. രുദ്രൻ ശരണ്യയുടെ കഴുത്തിൽ താലി ചാർത്തുന്നത് പോലും ശരണ്യ മനസ്സിൽ കണ്ടുപോയി. മകൾ തറഞ്ഞു നിൽക്കുന്ന കാഴ്ച കണ്ട് സത്യഭാമ അവളെ കുലുക്കി വിളിച്ചുപോയി. നീ എന്തേ കണ്ണും മിഴിച്ചു നിൽക്കുന്നത്? അവർ പറയുന്നത് കേട്ടില്ലേ? 25 ലക്ഷം രൂപ. എൻ്റെ ദൈവമേ! പിന്നെ നിന്റെ കല്യാണത്തിൻ്റെ മുഴുവൻ ചുമതലയും ഏൽക്കാമെന്ന് എന്ന് വെച്ച സ്വർണമടക്കം നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. സത്യഭാമ കണ്ണുകളിൽ മുഴുവൻ പ്രതീക്ഷ നിറച്ചുകൊണ്ട് മകളെ നോക്കി നിൽക്കുകയായിരുന്നു. ശരണ്യയ്ക്ക് മാത്രം എന്തുകൊണ്ടോ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവരെന്തിനാണമ്മേ ഇത്രയും പണം നമുക്ക് തരുന്നത്? എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു. അവർക്ക് അത്രയും പണമില്ലേ കയ്യിൽ? ഇതൊക്കെ വെറും നിസ്സാരം. നമ്മളൊന്നും മിണ്ടാതെ സമ്മതിക്കാൻ വേണ്ടിയാകും അവർ ഇത്രയും പണം നമുക്ക് തരുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെങ്ങാനും സമ്മതിച്ചില്ലെങ്കിലോ, പിന്നെ അവളെങ്ങാനും ഇറങ്ങി അങ്ങ് പൊയ്ക്കളഞ്ഞാലോ? അപ്പം നമുക്കൊന്നും കിട്ടാതെ വരും. അതുകൊണ്ട് വേഗം ഇതിന് സമ്മതിക്കുകയാണ് നല്ലത്. സത്യഭാമ മകളെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കാൻ പാടുപെടുകയായിരുന്നു. അമ്മ പറയുന്നതിലേറെക്കുറെ ശരിയുണ്ടെന്ന് ശരണ്യയ്ക്കും അറിയാമായിരുന്നു. അഥവാ അവർ സമ്മതിച്ചില്ലെങ്കിൽ തന്നെ നിദ്ര എങ്ങാനും വീട്ടിൽ നിന്നും ഇറങ്ങി പോകാനും മതി. അതൊരിക്കലും അത് അനുവദിച്ചുകൂടാ. അവളെ കൊല്ലാമെന്ന് പോലും ശരണ്യയുടെ മനസ്സിൽ ഒരു വേള തെളിഞ്ഞു വന്നു. ദുഷ്ടചിന്തകൾ മനസ്സിൽ ഭരിച്ചപ്പോൾ ശരണ്യ സ്വയം ഒന്ന് തലകുടഞ്ഞു പോയി. അമ്മ പറയുന്നത് ശരിയാണ്. എങ്കിലും അവളെ ആ രുദ്രൻ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കതങ്ങോട്ട് ദഹിക്കുന്നില്ല. അവനെ കെട്ടിയാൽ രാജ്ഞിയെ പോലെ അവിടെ അവൾ കഴിയുന്നത് നമ്മൾ കാണണ്ടേ? ഒക്കെ ശരിയാണ് മോളെ. പക്ഷെ അവളിപ്പോൾ ഒരു പൊന്മുട്ടയിടുന്ന താറാവാണ്. നമുക്ക് അവളുടെ കല്യാണം കഴിഞ്ഞാലും അവളെ വെച്ച് കുറേ പൈസ തട്ടാൻ വഴിയൊരുക്കാം അവിടെ നിന്നും. നീ ഒന്ന് ആലോചിച്ച് നോക്ക് മോളെ. പണം കയ്യിലുണ്ടെങ്കിൽ ഒന്നല്ല 1000 രുദ്രന്മാർ നിനക്ക് പിന്നിൽ ക്യൂ നിൽക്കും. അമ്മേ, എനിക്കൊരു ഐഡിയ തോന്നുന്നു. നമുക്ക് അവളെ അങ്ങ് കൊന്നാലോ? എന്നിട്ട് അയാളെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞാലോ? പ്രതീക്ഷയോടെ ശരണ്യ പറഞ്ഞത് കേട്ടപ്പോൾ സത്യഭാമ പോലും ഞെട്ടിപ്പോയി. അവർ തലയിൽ കൈവച്ചു. നീ മണ്ടത്തരമൊന്നും പറയില്ലടി. അവളെ കൊന്നാലേ നമ്മളെ അവർ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? കേസായി പിന്നെ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നാം. നീ വെറുതെ അങ്ങ് ഓരോന്ന് പറയാതെ. ഞാൻ എന്തായാലും സമ്മതം പറയാൻ പോവുകയാ. നിന്റെ ഭാവി സുരക്ഷിതമാകുന്ന കാര്യമാണ്. അവർ ഉറപ്പിച്ചുകൊണ്ട് ഗായത്രി ദേവിക്ക് നേരെ നടന്നു. അവിടെയും ഇതിനെപ്പറ്റിയ സംസാരങ്ങൾ തന്നെയായിരുന്നു അപ്പോഴും. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ ദേവി? 25 ലക്ഷം രൂപ അവർക്ക് വെറുതെ കൊടുക്കാൻ ഇതെന്താ ചക്കച്ചുളയാണെന്ന് കരുതിയോ? അതും ആ പെണ്ണിന്റെ വിവാഹം പോലും നടത്തി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞേക്കുന്നു. നിനക്ക് മകന്റെ പ്രവൃത്തികൾ കണ്ട് വട്ടായി എന്നാണ് തോന്നുന്നത്. മഹാദേവൻ ഭാര്യയ്ക്ക് നേരെ ക്ഷോഭിക്കുകയായിരുന്നു. ഗായത്രി ദേവി ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് മഹാദേവനെ നോക്കി. എനിക്കൊരു ഭ്രാന്തുമില്ല. ഞാൻ അന്വേഷിച്ചറിഞ്ഞിടത്തോളം ആ പെൺകുട്ടിയെ പറ്റി ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ ഏട്ടാ. ഈ അമ്മയും മകളും അവളെ ഇട്ട് പീഡിപ്പിക്കുകയാണെന്നാണ് അറിഞ്ഞത്. രുദ്രനുമായി അവളുടെ വിവാഹം കൂടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവൾക്ക് അവിടെ നിൽക്കാൻ വയ്യാത്ത സ്ഥിതിയാകും. വിവാഹം ഉടനെ നടത്തണം. അതുവരെ ഇവർ അവളെ ഉപദ്രവിക്കാതെ നോക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. പിന്നെ കൊടുക്കുന്ന പണത്തിന് കൃത്യമായ രേഖകൾ ഉണ്ടാകും. ആവശ്യ സമയത്ത് ഞാനത് തിരിച്ചു പിടിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ അതിൻ്റെ മൂല്യമെങ്കിലും. ഗായത്രി ദേവി കത്തുന്ന കണ്ണുകളോടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സത്യഭാമ നടന്നെടുത്തെത്തിയിരുന്നു. സമ്മതമാണ് മോളെ പറഞ്ഞ് ഞങ്ങൾ സമ്മതിപ്പിച്ചോളാം. എന്നാണ് വിവാഹമെന്ന് പറഞ്ഞാൽ മതിയാകും. സത്യഭാമ പറഞ്ഞത് കേട്ട് ഗായത്രി ദേവി ഒന്ന് പുഞ്ചിരിച്ചു. എങ്കിൽ നാളെ തന്നെ എഗ്രിമെന്റ് വെക്കാം, പണം കൈമാറുന്നതിൻ്റെ. എഗ്രിമെന്റ്? അതെന്തിനാണ്? ശരണ്യ സംശയത്തോടെ ചോദിച്ചു. അത് രുദ്രൻ പണം ചിലവഴിക്കുന്നത് മുഴുവൻ കണക്കുകൾ വെച്ചായിരിക്കും. വെറുതെ പണം കൊടുക്കുക പതിവില്ല. അത് വെറും ഒരു രേഖ മാത്രമാണ്. നിങ്ങൾ പേടിക്കേണ്ടതില്ല. അവർ അത് കേട്ടൊന്ന് മൂളി. പേഷ്യൻസ് കോൺഷ്യസ് ആയിട്ടുണ്ട് കേട്ടോ. വന്ന് കണ്ടോളൂ, കാണേണ്ടവരൊക്കെ. നഴ്സ് വന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അങ്ങോട്ട് പാഞ്ഞു. സത്യഭാമ കയറാൻ തുടങ്ങുകയായിരുന്നു. ഗായത്രി അവരെ തടഞ്ഞുകൊണ്ട് അകത്തേക്ക് വേഗത്തിൽ പാഞ്ഞു കയറി. മറ്റാരെയും ഐസുവിനുള്ളിലേക്ക് കടക്കാൻ അനുവദിക്കാതെ ഗായത്രി ദേവി തന്നെ ആദ്യം കയറി കാണുകയായിരുന്നു. ശരണ്യയ്ക്ക് അതിൽ കടുത്ത അമർഷമുണ്ടായിരുന്നെങ്കിൽ കൂടിയും സത്യഭാമ യാതൊരു കൂസലുമില്ലാതെ നിൽക്കുകയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചു മുന്നേ വരെ നിദ്ര മരിച്ചാലും ജീവിച്ചാലും ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഗായത്രി ദേവി ഓഫർ ചെയ്ത പണം അവളുടെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. ഗായത്രി ദേവി കയറി കാണുമ്പോൾ നിദ്ര തണ്ടുലഞ്ഞ ഒരു താമര പോലെ വാടിത്തളർന്ന് കിടക്കുവായിരുന്നു. വീഴ്ചയിൽ പറ്റിയ മുറിവുകൾ അവളുടെ മുഖത്തും ശരീരത്തുമായി നീലിച്ച് കരിവാളിച്ച് കിടന്നിരുന്നു.
അവൾക്കത് കാണും തോറും സങ്കടം, അവളോട് സഹതാപവും എല്ലാം തോന്നുന്നുണ്ടായിരുന്നു. നിദ്ര പ്രയാസപ്പെട്ട് കണ്ണുകൾ വലിച്ചു തുറന്നു. നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. പിന്നീട് ആ അത്ഭുതം ഭയത്തിലേക്ക് വഴിമാറി. രുദ്രനെങ്ങാനും അവിടെ എങ്ങാനും ഉണ്ടാകുമോ എന്നതായിരുന്നു അപ്പോൾ അവളുടെ ചിന്ത. മോൾക്കിപ്പോ സംസാരിക്കാമോ? ഗായത്രി ദേവി സഹതാപപൂർവ്വം മെല്ലെ ചോദിച്ചു. നിദ്ര കണ്ണുകൾ തെളിഞ്ഞ ഭയത്തോടെ തലയാട്ടിയെങ്കിലും വേദന കൊണ്ട് ഞെരങ്ങിപ്പോയി. ദേഹം അധികം അനക്കണ്ട. അവർ അവളെ ബെഡിനരികിലേക്ക് ചേർലിരുന്നു. നിദ്രയുടെ കൈമെല്ലെ എടുത്ത് പിടിച്ച് പതിയെ തലോടിക്കൊണ്ടിരുന്നു. ഇതെല്ലാം കാണുന്തോറും നിദ്രയുടെ അത്ഭുതം വർദ്ധിക്കുകയായിരുന്നു. എന്തിനാ മോളെ ഈ കടുങ്കൈ ചെയ്തത്? എല്ലാത്തിനും ഒരു പരിഹാരമില്ലേ? അത്രയും പെട്ടെന്ന് തോറ്റ് ജീവിതം നശിപ്പിക്കുകയാണോ വേണ്ടത്? ഗായത്രി ദേവി അത് ചോദിക്കുമ്പോൾ നിദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു വരികയായിരുന്നു. തുടർന്ന് ജീവിക്കാൻ പ്രതീക്ഷയുടെ ഒരു കണിക പോലും തൻ്റെ ജീവിതത്തിലില്ല. പിന്നെന്തിനാണ് താൻ മറ്റുള്ളവർക്കും ഭൂമിക്കും ഭാരമായി ഇങ്ങനെ ജീവിച്ചിരുന്നിട്ടെങ്കിലും നിദ്ര യാതൊന്നും പറഞ്ഞില്ല. ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് വാക്ക് തരാമോ? ഗായത്രി ദേവി ചോദിക്കുമ്പോൾ അവരെന്തിനാണ് തന്നോട് ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്നൊന്നും അവൾക്കറിയില്ലായിരുന്നു. എന്തു പറയണമെന്നറിയാതെ നിദ്ര പകച്ച് അങ്ങനെ കിടന്നുപോയി. മോളുടെ കാര്യങ്ങളെല്ലാം ഈ അമ്മയ്ക്കറിയാം. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എൻ്റെ മകനെ നന്നാക്കാനാണെന്ന് കൂടെ കൂട്ടിക്കോളൂ. നീ അവൻ്റെ വധുവായി ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. മോൾ അതിന് തയ്യാറാകുമോ? ഗായത്രി ദേവി ചോദിച്ചു. നിദ്ര അവരെ ഞെട്ടലോടെ ഒന്ന് നോക്കിപ്പോയി. കാതിൽ വീണ കാര്യം അവൾക്ക് വിശ്വസിക്കാൻ വയ്യാതെയായി. ഇവരിതെന്തൊക്കെയാണ് ഈ പറയുന്നത്? രുദ്രൻ ഇതിന് സമ്മതിച്ചു തന്നെയാകുമോ? അവൾക്കൊന്നും മനസ്സിലായില്ല. നിദ്ര പകച്ചുകൊണ്ട് തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ ഗായത്രി ദേവി ഒരിക്കൽ കൂടി ആ ചോദ്യം അവളോട് ചോദിച്ചു. പറയൂ മോളെ, നിനക്ക് സമ്മതമാണോ? രുദ്രൻ്റെ ഭാര്യയും ഞങ്ങളുടെ മരുമകളുമായി ആ വീട്ടിലേക്ക് വലത് കാലെടുത്ത് വെക്കാൻ? മേഡം എന്തൊക്കെയാണ് ഈ പറയുന്നത്? മേഡം വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. എല്ലാം ഒരു തെറ്റിദ്ധാരണയാണ്. അവൾക്ക് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും അത്രയും പറഞ്ഞൊപ്പിച്ചു. ഇപ്പം നീ അതൊന്നും ആലോചിക്കണ്ട. വിവാഹത്തിന് തയ്യാറാണോ എന്ന് മാത്രം പറയൂ. അങ്ങനെയല്ല മേഡം, എനിക്കത് ചിന്തിക്കാൻ കൂടെ കഴിയില്ല. രുദ്രൻ സാർ എന്നെ ബാക്കി വെച്ചേക്കില്ല. മാത്രമല്ല ചെറിയമ്മ ഇതൊന്നും അറിഞ്ഞാൽ തീരെ സമ്മതിക്കില്ല. ചെറിയമ്മയുടെ കാര്യമൊക്കെ വിട്ടേക്ക്. അവരുടെ സമ്മതമൊക്കെ ഞാൻ വാങ്ങിക്കഴിഞ്ഞു. ഇനി നിന്റെ സമ്മതമാണ് വേണ്ടത്. എൻ്റെ മാത്രം സമ്മതം ഉണ്ടായാൽ പോരല്ലോ. രുദ്രൻ സാർ സമ്മതിക്കണ്ടേ? രുദ്രൻ സാർ ഇതറിഞ്ഞ എന്നെ കൊന്നുകളയാൻ പോലും മടിക്കില്ല. രുദ്രൻ സമ്മതിച്ചു എങ്കിലോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് സമ്മതമാണോ? ഗായത്രി ദേവി ഉറച്ച സ്വരത്തോടെ ചോദിച്ചപ്പോൾ നിദ്ര ഒരിക്കൽ കൂടി ഞെട്ടലോടെ അവരെ നോക്കി. ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അസ്വാഭാവികത നിറഞ്ഞ തൻ്റെ ജീവിതത്തിൽ ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നത്? രുദ്രൻ സമ്മതിച്ചുവെന്നോ? അതും തൻ്റെ കൂടെ ഒരു ജീവിതത്തിന്? അങ്ങനെയാണെങ്കിൽ തന്നോടുള്ള പക വീട്ടാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുത്തതാണ് രുദ്രൻ ഇനി വിവാഹം എന്നുള്ളത് ഉറപ്പാണ്. എങ്ങനെയായാലും താൻ ബലിയാടായി കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം മാത്രം മനസ്സിലായി. ചെറിയമ്മ ഇക്കാര്യം സമ്മതിച്ചു എന്നെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിദ്ര സ്വയം അവളോട് തന്നെ പറയുകയായിരുന്നു. അവർക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ അവരതിന് സമ്മതിച്ചു. അവരുടെ കാര്യമോർത്തിന് നീ വിഷമിക്കേണ്ട. ഗായത്രി ദേവി പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി പണം കൊടുത്ത് തന്നെ വിലക്കെടുത്തിരിക്കുകയാണെന്ന്. എവിടെയായാലും ജീവിതം നരകതുല്യമാണ്. അതിപ്പോൾ ചെറിയമ്മയുടെ വീട്ടിലായാലും രുദ്രൻ്റെ അടുത്തായാലും. നീ ഇതിന് സമ്മതിക്കണം. എൻ്റെ മകൻ്റെ ഭാവിയും കുടുംബത്തിൻ്റെ മാനവും ഇപ്പോൾ നിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നീ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാകും. അത്രയ്ക്ക് അപമാനം സഹിക്കുന്നുണ്ട്. അത് പറയുമ്പോൾ ഗായത്രി ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷെ എന്തു പറയുമെന്നുള്ള ആശങ്കയിലായിരുന്നു നിദ്ര. അപ്പോൾ എൻ്റെ ദൈവമേ, മരണത്തിന് പോലും എന്നെ വേണ്ടെന്നാണോ? നിദ്രയുടെ ഹൃദയം കരഞ്ഞു. സമ്മതമാണ്, അവൾ നിർവികാരതയോടെ പറഞ്ഞു. ശേഷം ഇനിയുള്ള തൻ്റെ ജീവിതം വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കണ്ണുകൾ അടച്ചു കിടന്നു. ഗായത്രി ദേവി സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടുകയായിരുന്നു അന്നേരം. ഗായത്രി ദേവി വീട്ടിലെത്തിയ ഉടനെ കാര്യങ്ങൾ ഏകദേശ ധാരണ രുദ്രനെ അറിയിച്ചിരുന്നു. രുദ്രൻ സാധാരണയിലും കവിഞ്ഞ നിർവികാരനായിരുന്നതേയുള്ളൂ. നീ ഇങ്ങനെയാണ് അമ്മയോട് വിരോധമുള്ളതുപോലെ ഇരിക്കില്ല മോനെ. ഞാൻ പോയി കണ്ടതല്ലേ ആ കുട്ടിയെ. അവളെപ്പറ്റി നല്ലതുപോലെ ഞാൻ അന്വേഷിച്ചതാ. നിനക്ക് ചേരും അവള്. നല്ല കുട്ടിയാടാ. അത്ര മോശമാണെങ്കിൽ അമ്മ തന്നെ ഇതിൽ നിന്ന് പിന്മാറുകേനെ. ഇതിപ്പോൾ നമ്മളായിട്ട് അവർക്ക് ഒരു നല്ല ജീവിതം കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. മാത്രമല്ല എൻ്റെ മോൻ്റെ ജീവിതവും നന്നാവും എന്ന് അമ്മയ്ക്ക് ഉറപ്പായി അവളെ കണ്ടതിനു ശേഷം.
നിദ്രയെ പോയി കണ്ടുവന്ന ശേഷം ഗായത്രി ദേവി ഒരുപാട് സന്തോഷത്തിലായിരുന്നു. മഹാദേവൻ പക്ഷെ തീരെ തൃപ്തനായിരുന്നില്ല. ഇത്രയും പണം കൊടുത്ത് ഈ വിവാഹം എന്തിനാണ് കഷ്ടപ്പെട്ട് നടത്തുന്നത് എന്ന ചിന്തയായിരുന്നു അയാൾക്ക്. രുദ്രനൊന്നും മിണ്ടാതെ മൂകനായിരുന്നതേ ഉള്ളൂ. ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ ചിന്തിക്കണമായിരുന്നു, ഇനിയിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ടെന്താ? ലക്ഷങ്ങൾ കൊടുത്ത കല്യാണം നടത്താൻ പോകുന്നത് നിന്റെ അമ്മ. ആ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ലക്ഷങ്ങളാണോ ഓഫർ ചെയ്തിരിക്കുന്നത്? മഹാദേവൻ ക്രോധത്തിൽ മുഷ്ടി ചുരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. ഞെട്ടലോടെ രുദ്രൻ അച്ഛൻ പറഞ്ഞത് കേട്ടൊന്ന് മുഖമുയർത്തി നോക്കി. ഗായത്രി ദേവി ഭർത്താവിനെ രൂക്ഷമായൊന്ന് നോക്കിയതും അയാൾ വകവെച്ചില്ല. രുദ്രനോട് അക്കാര്യം മറച്ചു വെക്കാനായിരുന്നു ഗായത്രി ദേവിയുടെ തീരുമാനം. ലക്ഷങ്ങളോ? എന്തിന്? അവനിൽ നിന്നും ചോദ്യമുയർന്നു. ഗായത്രി ദേവി ഒന്ന് പതറി. അത് മോനെ, അവർക്ക് ഈ കല്യാണം നടത്താൻ കയ്യിൽ പൈസ ഒന്നുമില്ല. പിന്നെ നീ അറിയാത്ത കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അവൾക്ക് ആ വീട്ടിൽ. എന്ത് പറഞ്ഞാണ് പണം കൊടുത്ത് വിവാഹം നടത്തുന്നത് ന്യായീകരിക്കേണ്ടത് എന്ന് ഗായത്രി ദേവിക്ക് തന്നെ അറിയില്ലായിരുന്നു. മഹാദേവന്റെ ചുണ്ടുകൾ അവജ്ഞ കൊണ്ട് കോടി. രുദ്രൻ തരിച്ചിരുന്നു പോയി. ഇത്രയും നാൾ തന്നെ തകർക്കാനുള്ള ലക്ഷ്യവുമായാണ് അവൾ വന്നത് എന്ന് മാത്രമായിരുന്നു മനസ്സിൽ. ഇപ്പോൾ തൻ്റെ പണം കൂടിയാണ് അവൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യപടി ആയിരിക്കണം ഈ തൻ്റെ ജീവിതം. ഇതെങ്ങോട്ടാണ് പോകുന്നത്? മോനെ, നീ നിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ലൈവ് പോകണം, കല്യാണം ഉറപ്പിച്ചത് അറിയിക്കാൻ. ഒന്ന് തുടങ്ങി തന്നാൽ മതി, ബാക്കി അമ്മ പറഞ്ഞോളാം. ആ ന്യൂസ് ഉണ്ടാക്കിയ നാണക്കേടങ്ങ് തീരട്ടെ. ഗായത്രി ദേവി പ്രതീക്ഷയോടെ മകനെ നോക്കി. രുദ്രൻ ഒരു യന്ത്രം കണക്കി ഫോൺ കയ്യിലെടുത്തു. ഇനി അത് മാത്രമായിട്ട് എന്തിനെ കുറക്കണം? അവൻ ലൈവ് സ്റ്റാർട്ടായപ്പോൾ ഒരു മികച്ച അഭിനേതാവിൻ്റെ മുഖം മൂടി എടുത്തണിഞ്ഞുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു തുടങ്ങി. ഹലോ ഗൈസ്, ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ചെറുതായൊന്ന് വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. ലൈവിൽ അതോടെ ഇമോജികളുടെയും കമൻറ്റുകളുടെയും ബഹളമായിരുന്നു. വാലും തലയുമില്ലാതെ ഒരു യൂട്യൂബ് ചാനലുകൾ അപ്പോഴേക്കും വീഡിയോ ഇട്ട് തുടങ്ങിയിരുന്നു. പെൺകുട്ടി ആരാണെന്നുള്ള ചോദ്യമായിരുന്നു അതിൽ മുഴുവൻ. പിന്നീട് ബാക്കി സംസാരിച്ചത് ഗായത്രി ദേവി ആയിരുന്നു. അന്ന് മഞ്ഞപ്പത്രക്കാരൻ്റെ മകനെ ഒരുപാട് നോവിച്ചുകൊണ്ടൊരു ന്യൂസ് ഉണ്ടാക്കി. അവൻ്റെ അഭിമാനത്തിന് മുറിവേൽപ്പിച്ചുകൊണ്ട് എല്ലാവരും അത് കൊട്ടിയാഘോഷിച്ചു. എല്ലാം വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. ആ പെൺകുട്ടിയുമായി നേരത്തെ രുദ്രൻ്റെ വിവാഹം ഉറപ്പിച്ചു വെച്ചതായിരുന്നു. അവളെ തന്നെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് രുദ്രൻ. നിദ്ര എന്നാണ് പെൺകുട്ടിയുടെ പേര്. ഗായത്രി ദേവിയുടെ ചുണ്ടുകളിൽ നിന്നും അവളുടെ പേര് പൊഴിഞ്ഞു വീണപ്പോൾ രുദ്രനൊന്ന് അവരെ നോക്കി. അവളുടെ പേര് പോലും അവൻ അപ്പോഴാണ് കേൾക്കുന്നത്. ന്യൂസ് ചാനലുകൾ അവളുടെ പേരും വിവരവും ഒന്നും പുറത്തു വിട്ടിരുന്നില്ല. എല്ലാം കോൺഫിഡൻഷ്യലാക്കി വെച്ചിട്ടുകൊണ്ട് തന്നെ മാത്രമാണ് എല്ലാവരും വലിച്ചു കീറിയത്. നിദ്ര. ഒരിക്കൽ കൂടി രുദ്രൻ്റെ ചുണ്ടുകൾ ആ നാമം അമ്മയ്ക്ക് പിന്നാലെ ഏറ്റുപറഞ്ഞു. ലൈവ് അവസാനിച്ചു കൊണ്ട് രുദ്രൻ വേഗത്തിൽ എഴുന്നേറ്റു. അവൻ ഷൂട്ടിങ്ങിന് പോകാൻ തയ്യാറാവുകയായിരുന്നു. മോനെ, അടുത്ത മാസമാണ് വിവാഹം നടത്താൻ പോകുന്നത്. എവിടെ വെച്ച് നടത്തണമെന്ന് നിനക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? അമ്മയുടെ ചോദ്യം കേട്ട് അവൻ്റെ ചുണ്ടുകൾ കോടി. എല്ലാം ഒറ്റയ്ക്ക് തീരുമാനിച്ചതല്ലേ, ഇതുകൂടി അങ്ങ് അമ്മ തന്നെ നിശ്ചയിച്ചോളൂ. വെട്ടിത്തിരിഞ്ഞ് നടന്ന് രുദ്രൻ പുറത്തേക്ക് പോയി. സത്യത്തിൽ മകൻ്റെ അവസ്ഥ ഓർത്ത് മഹാദേവന് സഹതാപം തോന്നിയിരുന്നു. ഭാര്യയോട് കടുത്ത അമർഷവും. ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തെ ക്യാരവാനിൽ മേക്കപ്പ് കഴിഞ്ഞിരിക്കുകയായിരുന്നു രുദ്രൻ. ഒരുപാട് പേര് അവൻ അതിനോടകം ആശംസകളുമായി എത്തിയിരുന്നു. എടോ, ഒരു നിമിഷം ഞാൻ പോലും തന്നെ തെറ്റിദ്ധരിച്ചു പോയിടൂ. തൻ്റെ കരിയറിന് പോലും കോട്ടം തട്ടുന്നൊരു ന്യൂസല്ലായിരുന്നു അന്നത്തെ ഹോട്ടൽ സംഭവം. ഇതെന്തായാലും ട്വിസ്റ്റായി. നേരത്തെ വിവാഹം ഉറപ്പിച്ചവരാണെന്ന് പറയാൻ അന്ന് തനിക്ക് ഒരു പഴുത് കിട്ടിയില്ലല്ലോ. അല്ലെങ്കിലും അത്രയും മുഖശൗര്യമുള്ള ഒരു നാടൻ പെൺകുട്ടി വെറുമൊരു കോൾ ഗേൾ ആണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാം സെറ്റായി. കൺഗ്രാറ്റ്സ്. ഡയറക്ടർ സാർ വന്ന് ആശംസ നേർന്നു. രുദ്രൻ വെറുതെ എല്ലാത്തിനും ഒന്ന് പുഞ്ചിരി തൂകി നിന്നതേയുള്ളൂ. ഞാൻ കരുതി താൻ ആ ഡയറക്ടർ ഫിലിപ്പ് സാറിൻ്റെ മകളുമായി പ്രേമത്തിലായിരുന്നു എന്നാണ്. അയാൾക്ക് നിങ്ങളുടെ ബന്ധം താല്പര്യമില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അയാൾ ഒപ്പിച്ച പണിയാണ് ആ ന്യൂസ് എന്നൊക്കെ ആയിരുന്നു വാർത്ത എന്ന് പരന്നത്. ഡയറക്ടർ രുദ്രനെ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു. അവൻ്റെ ഹൃദയത്തിൽ ഒരു നോവുണ്ടായി. ഇനി അവളോട് താൻ എന്തു പറയും? ഇതറിഞ്ഞ് അവൾ എങ്ങനെ പ്രതികരിക്കും എന്നോർത്ത് ആശങ്കയുണ്ടായിരുന്നു. ഇതുവരെ അവളുടെ ഒരു കോള് പോലും വന്നിട്ടില്ല. ഫോൺ അൺലോക്കാക്കി രുദ്രൻ തൻ്റെ ഫോൺ വാൾപേപ്പർ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. അവൾക്കൊപ്പം ചേർന്ന് താൻ നിൽക്കുന്നൊരു ഫോട്ടോ. ജെയിൻ സാറ ഫിലിപ്പ്, തൻ്റെ ഹൃദയസഖി.